ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങളൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. പരാതി വരുന്ന സമയത്ത് ഞങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ. നമ്മൾ പരാതി ഉണ്ടോ ചോദിച്ചിങ്ങനെ നടക്കണോ? നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നിങ്ങൾ മാതൃഭൂമിന്റെ ആണല്ലേ, നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നേരത്തെ സംസാരിച്ചതാ. നിങ്ങൾ എന്തിനാ വേറെ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ അനൗൺസ്മെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞാൻ പറയുന്നത് തീർത്ത് കേൾക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, ഇദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ നിങ്ങൾ മറുപടി പറഞ്ഞോ അദ്ദേഹത്തിന്? അല്ല, അതിൽ ഞാനല്ലേ പറയേണ്ടത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് ഇടപെട്ട് എനിക്ക് പറയാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുമോ? വാർത്താ സമ്മേളനം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. വാർത്താ സമ്മേളനം ഞാൻ വിളിച്ചു കൂട്ടിയ വാർത്താ സമ്മേളനം അല്ല ഇത്. ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? വെറുതെ പറയണ്ട. ഞാനിവിടെ ഇന്ന് എന്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുള്ള പത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. പേരാമ്പ്രയിലുള്ള പത്രക്കാരെ വിളിച്ചു. നിങ്ങളെല്ലാം വന്നപ്പം പത്രക്കാരോടുള്ള മാന്യതയും മര്യാദയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് അതുമായി സഹകരിച്ചു. അത്ര കണക്കാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴേക്ക് ഇദ്ദേഹം ഇടപെട്ടു. ആര് നേതാവിന്റെ? ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ LDFന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത് റെക്കോർഡ് ചെയ്ത സന്ധാനം പറയാം. അനൗൺസ്മെന്റിന് റെക്കോർഡ് ചെയ്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, പെൻഡ്രൈവ്. നിങ്ങൾക്ക് വേണോ പരിശോധിക്കാം. നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറെ ദിവസങ്ങളായി ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ, ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇടതുപക്ഷ കൺവീനർ TP രാമകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.